കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റ് ആദ്യം കണ്ടത് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടിൽ? ശ്രീകാന്ത്. ഉന്മേഷ, ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത്, വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് വഴിയും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ലഭിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്കിന്റെ പേജിന്റെ ഉടമ വഹാബാണ്. പോരാളി ഷാജിയുടേതുൾപ്പെടെ 4 മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. അമൽ, മനീഷ്, റിബേഷ്, വഹാബ് എന്നിവരുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തതെന്നും പോലീസ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അതായത്, നിർണായകമായ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ എത്തിയിട്ടുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.